തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഡോക്ടർ ശശി തരൂരിൻ്റെ വിജയം വലിയ നാടകീയത നിറഞ്ഞതായിരുന്നു. ഒരുപക്ഷെ ഒരു ത്രില്ലർ സിനിമയുടെ എല്ലാ ചേരുവകളും അതിനുണ്ടായിരുന്നു. ആദ്യം തരൂർ അല്പം ലീഡ് ചെയ്തു പോകുന്നു. പിന്നീട് രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥി തരൂരിനെ പിന്നിലാക്കി മുന്നേറുന്നു. അത് 2000, 3000, 5000, 10000, 15000, പിന്നീട് അത് 24,000 വരെ എത്തുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ശശി തരൂർ തോൽക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും ട്വിസ്റ്റുകൾ വരുന്നു. ശശി തരൂർ പതുക്കെ തിരിച്ചു വരുന്നു, ഭൂരിപക്ഷം കുറയ്ക്കുന്നു. 25,000-ൽ നിന്ന് അത് 24,000-ൽ നിന്ന് 22, 18, 15, 10,000, 9,000, 3,600 പിന്നെ ലീഡിലേക്ക് കയറുന്നു. വീണ്ടും ആ രീതിയിൽ പാറ്റേണിൽ പോയി 15,000-ൽ പരം വോട്ടിന് തരൂർ ജയിച്ചത് അത്യന്തം നാടകീയമായിട്ടുള്ള സംഭവവാസങ്ങളാണ്. ഒരുപക്ഷെ ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10-25 വർഷം തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകനായി ജോലി ചെയ്തൊരു ഇതനുസരിച്ച് 2009-ൽ അദ്ദേഹം മത്സരിക്കാൻ വന്നത് മുതൽ വളരെ കൃത്യമായിട്ട് തിരുവനന്തപുരത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയ നാടകങ്ങളൊക്കെ കണ്ട ഒരാളാണ്. കൃത്യമായി പറഞ്ഞാൽ 2014-ൽ BJPയുടെ O രാജഗോപാലുമായി അദ്ദേഹം നടത്തിയ ഡോക്ടർ ശശി തരൂർ നടത്തിയ പോരാട്ടത്തിൻ്റെ ഏതാണ്ട് തനിയാവർത്തനം പോലെയുണ്ട് ഇവിടെ സംഭവിച്ചത്. 2014-ൽ ശശി തരൂരിനെതിരെ പ്രതിപക്ഷം, അത് പ്രത്യേകിച്ച് LDF ആയാലും BJP ആയാലും ഉന്നയിച്ചത് സുനന്ദ പുഷ്കർ സംഭവമായിരുന്നു. അതിൻ്റെ പേരിൽ വനിതാ വോട്ടർമാരുടെ ഇടയിൽ വലിയ കോളിളക്കമുണ്ടാക്കി. അതിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 3-4 മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം അടക്കം കഴക്കൂട്ട മേഖലയിലൊക്കെ നേമത്തൊക്കെ O രാജഗോപാൽ മുന്നിട്ട് പോയി. ഏതാണ്ട് 50,000-നും അടുത്ത് ഭൂരിപക്ഷത്തിലേക്ക് O രാജഗോപാൽ നീങ്ങുകയും ശശി തരൂർ തോൽക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണം നടക്കുകയും ചെയ്തു. പിന്നീടാണ് തീരദേശ മണ്ഡലങ്ങൾ, പാറശാല, കോവളം, നെയ്യാറ്റിൻകര പോലുള്ള മറ്റു മണ്ഡലങ്ങൾ, തമിഴ്നാടിനൊക്കെ അടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണിയത് ഭൂരിപക്ഷം കുറഞ്ഞ് അവസാനം ശശി തരൂർ 15,000-ൽ പരം വോട്ടിന് 2014-ൽ വിജയിക്കുകയായിരുന്നു. അതിൻ്റെ ഏതാണ്ട് ആവർത്തനമായിട്ടാണ് 2024-ൽ 10 വർഷത്തിന് ശേഷം തനി ആവർത്തനം. അത് വളരെ എന്താ പറയുക, ഒരു വലിയ ഒരു നീതി, കാവ്യനീതി പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഒരേ സമയത്ത് ഇത് സംഭവിക്കുന്നു. തരൂരിന് ഇത്തവണ ഒരുപാട് ഘടകങ്ങൾ എതിരായിരുന്നു. ഇനി ഇത് പറയുമ്പോൾ തന്നെ 2009-ൽ ശശി തരൂര് മത്സരിക്കാനെത്തിയ സമയത്ത്, ആദ്യമായി മത്സരിക്കാനെത്തിയപ്പോൾ തരൂരിനെതിരെ ഏറ്റവും വലിയ ആരോപണമുണ്ടായിരുന്നത് അദ്ദേഹം ഇറാഖിൽ അമേരിക്കൻ സേന ആക്രമിച്ചതിന് പിന്നിൽ UN-ൽ ഇരുന്നു കൊണ്ട് അമേരിക്കയ്ക്ക് പിന്തുണ നൽകി അദ്ദേഹം അമേരിക്കൻകാരനാണ്, അമേരിക്കയുടെ ചാരനാണെന്നുള്ള പ്രചരണം ഇടതുപക്ഷത്തു നിന്നും BJP-യിൽ നിന്നും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം നേരിട്ടത് ഇറാഖിൽ അമേരിക്ക നടത്തിയത് തെറ്റായിട്ടുള്ള ഇടപെടലാണ് എന്ന റിപ്പോർട്ട് കോഫി അന്നൻ വഴി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത് താനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരിട്ടത്. എന്തായാലും ന്യൂനപക്ഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. അദ്ദേഹം ഏതാണ്ട് 1 ലക്ഷം വോട്ടിനാണ് 2009-ൽ ജയിച്ചത്. 2019-ൽ അദ്ദേഹം 3-ാം തവണ, കഴിഞ്ഞ തവണ ഇലക്ഷന് പോയപ്പോഴും പല ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് 1 ലക്ഷത്തോളം വോട്ടിന് അധികം ജയിച്ചു. അപ്പോൾ 2 തവണ 1 ലക്ഷത്തോളം വോട്ടിന് ജയിക്കുക, അതിനിടയിലുള്ള 2014-ലും 2024-ലും 15,000 വോട്ടിലേക്ക് ചുരുങ്ങുക, ഇതൊരു തനിയാവർത്തനമാണ്. 2009 തനിയാവർത്തനം 2019-ൽ, അതുപോലെ തന്നെ 2014-ലെ തനിയാവർത്തനം 2024-ൽ. ഇത്തവണത്തെ ഘടകങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹത്തെ ആദ്യം പുറകോട്ടടിച്ചതും പിന്നീട് മുന്നോട്ട് പായിച്ചതും ആയിട്ടുള്ള ഘടകങ്ങൾ നിരവധിയാണ്. ഒരുപക്ഷെ അവിടെ കാണുന്നത് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ പലരും അദ്ദേഹത്തെ ശശി തരൂരിന് പറ്റിയ ഒരു എതിരാളിയായി കണ്ടിരുന്നില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അതുപോലെ BJPയും തങ്ങളുടെ ആവനാഴിയിലുള്ള മുഴുവൻ ആയുധങ്ങളും എടുത്ത് പയറ്റി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അതുപോലെ BJP സുഹൃത്തുക്കളടക്കം ബാംഗ്ലൂരിൽ നിന്ന്, മുംബൈയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് ഒരുപാട് പേര് വന്ന് താമസിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തനം നടത്തി. മറ്റു 2 സ്ഥാനാർത്ഥികളും ഡോക്ടർ ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും ഇറക്കിയതിനേക്കാൾ വലിയ തുക, വലിയ ഇലക്ഷൻ പ്രചരണം, പ്രവർത്തകരെ ഇറക്കുന്നതിൽ, അവർക്ക് പൈസ കൊടുക്കുന്നതിൽ, സ്ഥാനാർത്ഥികളുടെ അടുത്ത് അതുപോലെ തന്നെ വോട്ടർമാരുടെ അടുത്ത് റീച്ച് ചെയ്യുന്നതിൽ വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ചെലവ് നടത്താൻ BJPയും രാജീവ് ചന്ദ്രശേഖരും തയ്യാറായി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ തുക ചെലവാക്കിയത് തിരുവനന്തപുരത്താണ്. ആ രീതിയിലുള്ള വലിയ പ്രചരണം നടന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ചെറുപ്പക്കാരായ വോട്ടർമാരുടെ ഇടയിൽ IT മിനിസ്റ്റർ, കേന്ദ്രമന്ത്രി, ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്നൊരു പ്രചരണം അത് വലിയ രീതിയിലുണ്ടായിരുന്നു.
പൊതുവെ ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് സിറ്റിയിലെ മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിൽ പൊതുവെ നായർ സമുദായത്തിന് ഭൂരിപക്ഷമുണ്ട്. അതിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഹിന്ദു സമുദായത്തിൽ നിന്ന് മജോറിറ്റി, ഞാൻ രാഷ്ട്രീയം പറയുമ്പോൾ ജാതി പറയുന്നില്ല, എന്നാൽ പോലും ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് തരൂരിനേക്കാൾ വലിയ ഒരു പിന്തുണ രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചു. ചെറുപ്പക്കാർക്കിടയിൽ ശശി തരൂരിന് ഉണ്ടായിരുന്ന വലിയ അപ്പർ ഹാൻഡ് കുറച്ചൊക്കെ ടെക്നോ പാർക്കുകളിലൊക്കെ തിരിച്ചു പിടിക്കുന്നതിൽ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ രാജീവ് ചന്ദ്രശേഖർ 24,000 വോട്ടിൻ്റെ വരെ ഭൂരിപക്ഷത്തിൽ പോകാനുള്ള സാധ്യതയായിട്ട് പ്രവർത്തിച്ചത്. അത് ശരിക്കും വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ തിരിച്ചു വന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി, ലത്തീൻ ക്രിസ്ത്യൻ നാടാർ അടക്കമുള്ള ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ, ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ, അതാണ് ശശി തരൂരിനെ യഥാർത്ഥത്തിൽ വിജയിപ്പിച്ചത്. പിറകിൽ നിന്ന ശേഷം തീരദേശ മേഖലകളിൽ, ബീച്ചിൽ, നാടാർ മേഖലയിൽ വോട്ടുകൾ എണ്ണിയപ്പോഴാണ് വലിയ തിരിച്ചുവരവ് നടത്തി 25,000 ഭൂരിപക്ഷം കട്ട് ചെയ്ത് 15,000 വിജയിക്കുന്ന തരത്തിലേക്ക് തരൂരിന് മുന്നേറാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനിടയിൽ CPM എടുത്തൊരു നിലപാട് തരൂരിന് ജയിക്കുന്നതിന്, ഭൂരിപക്ഷം കുറയുന്നതിന് ഒരു വിനയായിട്ട് സംഭവിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തരൂരിനോട് ഒരു സോഫ്റ്റ് മനോഭാവം CPM-ഉം പിണറായി വിജയനും അതുപോലെ തന്നെ ഇടതുപക്ഷവും കാണിച്ചിരുന്നു. CPIയുടെ സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് തന്നെ നേരത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് 1-2 പേര് വന്നത്. അവരോടൊക്കെ വളരെ അനുകൂല നിലപാടല്ല CPM സ്വീകരിച്ചിരുന്നത്. ശശി തരൂർ BJP ജയിക്കാതിരിക്കാൻ ശശി തരൂരിന് വോട്ട് ചെയ്തോളൂ എന്നൊരു രഹസ്യ തരത്തിലുള്ള ഒരു തീരുമാനം പോലും ഉണ്ടായിരുന്നുവെന്നാണ് അറിയുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇടതുപക്ഷ കോർണറിൽ നിന്ന് ഹാർഡായിട്ടുള്ള വോട്ടേഴ്സ് വരെ തരൂരിന് വോട്ട് ചെയ്യുമായിരുന്നു. ഇത്തവണ ആ തരത്തിൽ ക്രോസ് വോട്ടിംഗ് വലിയ രീതിയിൽ നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, പിണറായി വിജയനും പാർട്ടി നേതൃത്വവും വളരെ ശക്തമായിട്ട് ഒരു നിലപാട് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ആറ്റിങ്ങലിലേക്ക് വിജോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പോയ ആൾക്കാരെയൊക്കെ തിരിച്ചു വിളിക്കുകയും CPM-ൻ്റെ വോട്ട് പൂർണ്ണമായി ഇടതുപക്ഷത്തിന് പോൾ ചെയ്യിക്കണം. അത് രാഷ്ട്രീയ തീരുമാനം കൂടിയായിരിക്കും. കാരണം പാർട്ടിയുടെ ഇത് സംബന്ധിച്ച, പാർട്ടിക്ക് അംഗീകാരം ലഭിക്കുന്നത് സംബന്ധിച്ച് മാക്സിമം വോട്ട് നേടണം, അതൊക്കെ ആയിരിക്കാം. അതിനിടയിൽ ഒരു ആരോപണം കൂടി ഉയർന്നിരുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ CPM-ൻ്റെ ചില നേതാക്കൾ രഹസ്യമായി പ്രവർത്തിക്കുന്നു. അതിനുശേഷമാണ് EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. അതിന് പിന്നിൽ CPM-ൻ്റെ ഉന്നത നേതാക്കൾ ഉണ്ടായിരുന്നുവെന്ന ആരോപണം പുറത്തു വന്നു. ഒരു പക്ഷേ തൃശ്ശൂരിൽ അത് ശരിവെക്കുന്ന രീതിയിലൊക്കെ ചില പ്രചരണങ്ങളുണ്ടായി. പ്രത്യേകിച്ച് പൂരത്തിൽ പോലീസ് കയറി കളിച്ചതും പൂരം അലങ്കോലപ്പെട്ടതും അതിൻ്റെ പേരിൽ തൃശ്ശൂർക്കാരായിട്ടുള്ള ജനം ഇടതുപക്ഷത്തിനെതിരെയും ഒക്കെ തിരിഞ്ഞതും അതൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി എന്ന് പറയുന്നു. ഈ തരത്തിൽ ഇത്തവണ അവിടെ ശശി തരൂരിനെതിരായിട്ടുള്ള പ്രചരണം നടന്നത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തിൻ്റെ ഇടയിലാണ്. ശശി തരൂർ ഹമാസിനെതിരെ, മുസ്ലിമിനെതിരെ പ്രസംഗിച്ചു എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ശശി പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് മുസ്ലിമുകൾക്കെതിരാണ് എന്ന് സാക്ഷാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ പ്രസംഗിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കൂടുതൽ വോട്ട് കിട്ടാനായിരിക്കാം. പക്ഷേ ഈ രീതിയിൽ ഒരു അന്തർധാര, മുസ്ലിം വോട്ട് BJPക്ക് കിട്ടാത്തത് ഇടതുപക്ഷം പിടിച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോൽക്കും എന്നൊക്കെയാണ് ഇതിൽ പ്രചരണം നടന്നത്. എന്തായാലും പ്രതിപക്ഷത്തെ VD സതീശൻ തന്നെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ NDA സ്ഥാനാർത്ഥി ജയിക്കാൻ ഒരു കാരണം അവിടുത്തെ തൃശ്ശൂർ പൂരം കലക്കിയതാണ്. സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് പൂരം അലങ്കോലപ്പെടുത്തിയത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 2 സ്ഥലങ്ങളിൽ BJP ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച സ്ഥലങ്ങളാണ്. അതിൽ ഒരു സ്ഥലത്ത് വിജയം കണ്ടു. രണ്ടാമത്തെ സ്ഥലം തിരുവനന്തപുരത്ത് വിജയത്തിൻ്റെ അടുത്ത് വരെ എത്തി, പുറകോട്ട് പോയി. അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ പാളയത്തിൽ പടയുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തിരുവനന്തപുരത്തായിരുന്നു. അതിനെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾ കോൺഗ്രസിലെ തന്നെ ചില ഉന്നത നേതാക്കൾ തരൂരിന് ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞു എന്ന രീതിയിൽ വലിയ പ്രചരണം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമെന്നോണം ചില നേതാക്കളുടെയൊക്കെ വളരെ അടുത്ത ഇതായിരുന്ന പല കോർപ്പറേഷൻ കൗൺസിലർമാർ കൂട്ടത്തോടെ അവർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുൻപ് പോകുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളിൽ, ഇടത്തരം നേതാക്കളിൽ പലരും പരസ്യമായി BJPക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന അവസ്ഥയുണ്ടായി. തരൂരിനോടൊപ്പം നിന്നിരുന്ന സിറ്റിയിലെ ബിസിനസ് കമ്മ്യൂണിറ്റി രാജീവ് ചന്ദ്രശേഖറിൻ്റെ പിന്നാലെ പോയി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായാൽ
ബിസിനസ് ഗ്രൂപ്പുകൾക്ക് നേട്ടമുണ്ടാവുമെന്നുള്ള പ്രചരണമുണ്ടായി. ഈ തരത്തിൽ തരൂരിന് ഇതുവരെ ഉണ്ടായിരുന്ന ഘടകങ്ങളൊക്കെ എതിരാവുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ശശി തരൂർ എന്നൊരു ബ്രാൻഡ് അദ്ദേഹത്തെ മലയാളികൾ കൈവിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് തരൂർ ഇത്തവണ തിരുവനന്തപുരത്ത് ജയിച്ചത്. ശശി തരൂർ ഒരു വിശ്വപൗരനാണ്. പാർലമെൻറ്റിൽ അദ്ദേഹം കാഴ്ചവെച്ച വലിയ ശക്തമായിട്ടുള്ള പ്രവർത്തനം, അതുകൊണ്ട് ഈ എതിരായിട്ട് നിന്ന ഘടകങ്ങളെ മുഴുവൻ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് ഒരു പത്മവ്യൂഹം ഭേദിച്ച അഭിമന്യുവിന് പുരാണത്തിൽ പത്മവ്യൂഹം ഭേദിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു അഭിമന്യുവിനെ പോലെ അദ്ദേഹത്തെ പത്മവ്യൂഹത്തിൽ തളയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇടതുപക്ഷവും കോൺഗ്രസിലെ ഒരു വിഭാഗവും ഉയർത്തിയ പടയോട്ടം എന്നറിയ പാളയത്തിൽ പടയെപ്പോലും അതിജീവിച്ചുകൊണ്ടാണ് ശശി തരൂർ ഇത്തവണ തിരുവനന്തപുരത്ത് ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിജയത്തിന് വലിയ മാധുര്യമുണ്ട്. എനിക്ക് തോന്നുന്നില്ല 4 തവണ അദ്ദേഹം ജയിച്ചു കയറുന്നു. 2009, 2014, 2019, 2024. ഇനി തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂർ ഇനി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.